ബാറ്റ് മാച്ച് ആഷിഫ് ഗെയിമിംഗ് തുടർന്ന് നമ്മളൊക്കെ ഒരു റൂം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു 4 മലയാളികളായിട്ട് വെച്ചിട്ടുള്ളായിരുന്നു. ഓക്കെ, കളിയിടാൻ നോക്കാൻ പോകണം. ഓക്കെ, കളി സ്റ്റാർട്ടാക്കാം. നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അടിച്ചു നോക്കാം. ഓക്കെ, ഞാനാണ് കല്ലെടുക്കുന്നത്. ഓക്കെ, ഡബിൾ ആയിട്ട് സ്നൈപ്പറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സ്നൈപ്പറാണ് എന്നോട് കളിക്കാൻ. ടോമുണ്ട്, സ്റ്റിക്സ് ഉണ്ട്, ഞാൻ വേറെ ഓക്കെ, അവരൊക്കെ എല്ലാവരും ടീലാക്കിയിട്ടുണ്ട്. ഞാൻ സ്നൈപ്പറാണ് എടുത്തിട്ടുള്ളത്. കളിപ്പിടി അടിക്കുമോ അടിക്കില്ല, നമുക്ക് കണ്ടറിയുക. ഇതൊക്കെയാണ് പൈസയിലേക്ക് സപ്പോർട്ട് തരാം. പൈസയിലേക്ക്. ഓക്കെ, നമ്മൾ പറയാനില്ല, ഞങ്ങൾ കളി കണ്ടാൽ മതി. ഓക്കെ, എയർ ഡ്രോപ്പ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വാളി. ഓക്കെ, ലൈക്ക് അതേക്കുള്ള സപ്പോർട്ട് തരണം. അതേപോലത്തെ വാറുകൾ വേണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ടീം പബ്ജിയോ ഇല്ല, വേറെന്താണ് ഒരു ടീം നമ്മളൊരു 40 ആരും പോയത് നെറ്റിപ്പോയി. 40 വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു. എത്തിച്ചെണ്ണം അങ്ങോട്ട് പോയപ്പോൾ ഒരു എനിമി കണ്ടിട്ടുണ്ട്. നമ്മൾ ഓർഡർ പവർ ആക്കിയിട്ടുണ്ടാക്കി മിനിറ്റടിച്ചോണ്ടാണ് ഇരിക്കണം. ഓക്കെ, പ്ലീസ് ലൈക്ക്. ഓക്കെ, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ഞങ്ങൾ സ്റ്റാക്ക് ഒരുത്തന്നെ കില്ലടിച്ചിട്ട് ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ആവശ്യം ഉണ്ടായിരുന്നു. ഇമോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ടപ്പോൾ ഒരു 150 എനിമി കൊടുക്കുന്നുണ്ടായിരുന്നു. നെക്കിപ്പൊടിയായിരുന്നു. സ്റ്റാക്ക് 3v1 കളിക്കുമോ? സ്റ്റാക്കിൻ്റെ 100 ടൈക്ക് കാണാം. സ്റ്റാക്കിന് 100 ടൈക്ക് വേണം. 100 ടൈക്ക് എല്ലാവരും നോക്കിക്കോ. സ്റ്റാക്കിന് ഓക്കെ, എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് 100 ടൈക്ക് ഗെയിം പ്ലേ. ഓക്കെ, അപ്പുറത്ത് പ്രോ കില്ലാടി ഗെയിംസ് റോക്ക് അങ്ങനത്തെ കൊണ്ടാണ്. ഓക്കെ, മലയാളിയാണ്. ഓക്കെ, നമ്മളെ സ്റ്റിക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. ഓക്കെ, ടോമൻ ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലോക്ക് ടവറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മളുടെ ഗെയിം പ്ലേ ഉണ്ട്. നമ്മുടെ അപ്പോൾ സ്നൈപ്പർ പ്ലെയറൊന്നും അല്ല നമ്മൾ. ഇതേപോലത്തെ വാരങ്ങൾ വേണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ഒരു എനിമിക്ക് 150 എടുത്തിട്ടുണ്ടായിരുന്നു. ആരെ എനിമി നമ്മൾ കണ്ടില്ല. ഏറ്റവും ചെറിയ കണ്ടിട്ട് റെഡിയായിരുന്നു. ഓക്കെ, അപ്പോൾ 1-0 ഇപ്പോൾ ഇരിക്കുന്നത് കളി. ഇവിടെ വെച്ച് മൊത്തം ഫൈറ്റ് ആയിരുന്നു. ഓക്കെ, 150 അവൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഇമോട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. ഇവരാണ് നമ്മൾ ഗിൽഡ് ലീഡർ. അപ്പുറത്തെ ടീമിൻ്റെ. ഓക്കെ, ഇവരാണ് അപ്പുറത്തെ ടീമിൻ്റെ ഗിൽഡ് ലീഡർ. MR ആണ് അവൻ്റെ പേര്. 140 ഉണ്ടാക്കി മറ്റെങ്ങനെ ഇട്ടിട്ടുണ്ടൊക്കെ 2-0 നമ്മൾ കളി നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഒബ്സർവേറ്ററാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒബ്സർവേറ്ററാണ് 150 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈടിൽ ആർജിക്കുന്ന നിങ്ങൾ ഇപ്പറേ കമൻറ്റ് ചെയ്യുക. ഒരുത്തരം വന്നിട്ടുണ്ട്. ടീം സെറ്റല്ലേ, അവനെ ആടിയിട്ടുണ്ട്. 2v4 ആയിട്ടുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ 2v4 ആയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇവരാണ് നമ്മൾ സീനെ കളിച്ചിട്ടുള്ളത്. അപ്പുറത്തെ സീനൊക്കെ തൊഴുമ്പോൾ ടോമിനെ നോക്കുകയാണ്. ടോമിനെ പൊക്കാൻ വേണ്ടി പോയപ്പോൾ അവനൊരു ഹെഡ് ഈ ഹെഡ് ഇഷ്ടപ്പെട്ട ഞങ്ങൾ കമൻറ്റ് ചെയ്തു. ഓക്കെ, താത്തൊരു എണ്ണുണ്ട്. എല്ലാത്തിനും അടിച്ചിട്ടുണ്ടിരിക്കുകയായിരുന്നു. അവനെ കൂടെ എടുത്ത് 3-0 ഇരിക്കുകയായിരുന്നു കളി. ഓക്കെ, കളി 3-0 ആയിട്ടുണ്ട്. ഇമോട്ടായിരുന്നു അവനെ വെറുപ്പിച്ചിട്ട്. നമ്മളെ വെല്ലുവിളിച്ചായിരുന്നു. ഈ കളിയിലാണ് നമ്മളെ കളി മാറുന്ന കളി. ഓക്കെ, കളിയാണ് നമ്മളെ കളി. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറയും കളി നമ്മളാണ് അവരാണ് പ്രോ പ്ലെയർ ആണെന്ന് നോക്കി. ഓക്കെ,
പുറത്ത് 4 കില്ല്, പുറത്ത് സ്റ്റിക്ക് 5 കില്ലാണ്. ഓക്കെ, ഞാൻ 3 കില്ലിലും 2ാം സ്ഥാനമാണ്. ടോം 0 കില്ല്. ഓക്കെ, ടോമിന് ഡാമേജ് ഉണ്ട് 0 കില്ല് എടുത്തിട്ട്. ടോമിൻ്റെ ചാനലിൽ വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഹാങ്ങറൊന്നും വന്നിട്ടില്ല. ഈ കളിയാണ് ഏറ്റവും ദേഷ്യം വന്നൊരു കളിയാണ്. ഓക്കെ, ഈ കളിയല്ല, ഈ റൗണ്ട് ഇത് കാണിക്കുക. നമ്മൾ ഈ വീടിൻ്റെ മണ്ടയ്ക്ക് റഷ് അടിച്ച് കയറിയായിരുന്നു. ഓക്കെ, ഇവരെ പണി നോക്ക് ഗൈസ്. ഗ്രേഡ് എറിയായിരുന്നു. നിങ്ങളത് നോക്കണം, ആരെങ്കിലും എറിഞ്ഞു. ഗ്രനേഡ് എറിഞ്ഞേണ്ടാ, നമ്മളിത് റിവെഞ്ച് കൊടുക്കും ഗൈസ്. നമ്മളെ പിള്ളേരുണ്ട്. ഓക്കെ, എന്തിരിക്കുന്നുണ്ടോ സ്മോക്കിങ് എറിഞ്ഞാണ് കളിക്കുന്നത്. ഓക്കെ, ഇതേ റിവെഞ്ച് നമ്മൾ കൊടുക്കും. നമ്മൾ ഗ്രനേഡായിരുന്നു തിരിച്ചറിയാതിരിക്കുക ഗൈസ്. അത്ര ഒരു തിരിച്ചറിയും നമ്മൾ പവറല്ലേ. നമ്മുടെ ചെക്കൻ ഗ്രനേഡ് എറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ആൾ. ഓക്കെ, ഇവനാണ് കളി മാറ്റുന്നത് ഗൈസ്. ഓക്കെ, നമ്മൾ ടോമിനെ റിവൈവ് കൊടുക്കുന്നതാണ്. ഓക്കെ, ടോം ഒറത്തിനെ വന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒത്തും താഴെയാണ്. അപ്പോൾ സേഫിനകത്തോടെ കയറി അയക്കില്ല. ഗ്രനേഡ് എറിഞ്ഞിട്ടൊക്കെയാണ് അവൾ ജയിച്ചത്. ഓക്കെ, മോട്ടാണ് നമ്മൾ ഇതിനെ റിവെഞ്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ദേഷ്യം വന്നു കാണിട്ടാണ് ഈ കളിയാണെങ്കിൽ കാണേണ്ട കളി. ഓക്കെ, അവന്മാർ ഒരിക്കലും വിചാരിക്കില്ല ഇങ്ങനെ സംഭവം നടക്കുന്നതൊക്കെ. ഇങ്ങോട്ടാ നോക്കിക്കോ നമുക്ക് ഗ്രനേഡ് നമ്മളെ ടോമിനെയും വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ നിങ്ങളെ നെറ്റ് എന്നെ ഗ്രനേഡ് എറിഞ്ഞാൽ എന്നെ കൊന്നു. നോക്കി, നമുക്ക് റിവെഞ്ച് അടിക്കണ്ടേ. നമ്മളിങ്ങനെ റിവെഞ്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, നമ്മളെ കളി കഴിച്ച് ഗ്രനേഡ് കളി കഴിച്ച് ഈ മൊത്തം എറിയാണ് നിങ്ങൾ കാണുന്നത്. ഇടയ്ക്കൊക്കെ നോക്കാവും, കില്ല് കിട്ടും. എനിക്ക് തന്നെ കിട്ടും കഴിച്ച് നടക്കുക. അതാണ് എന്ത് കഴിച്ച് നമ്മൾ എറിയാണ്. ഇടയ്ക്കൊക്കെ നോക്കായി കഴിച്ച് ഒത്ത നോക്കായിട്ടുണ്ട്. മൊത്തം എറി കഴിച്ച് ചുമ്മാ എന്നാൽ നമ്മളെ അടുത്താണ് അവന്മാർ മറ്റേ ഈ സംഭവം വെള്ള സംഭവം. ഈ കളി നമുക്ക് തിരിച്ച് ഈ കളീൻ്റെ ഒരു ഏസ് ഉണ്ടായിരുന്നു. ഏസ് കിട്ടിയിട്ടില്ല കയ്യിൽ. മൊത്തം എറിയായിരുന്നു. നമ്മൾ വലിച്ചെറിയുന്നു. ഇവിടെ എറിയാണ്. ഓക്കെ, അവർക്ക് ടോമിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റിവെഞ്ച് കൊടുക്കാൻ വേണ്ടി ബാക്കിൽ കൂടെ കയറി ചെന്നു. ടോം അടിച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആവേശം എനിക്ക് ഏസ് അടിക്കാൻ പറ്റുമോ നോക്കി പുറത്ത് വന്ന് ബാക്കിൽ നിന്ന് അടിച്ചു നമ്മള്. പക്ഷെ ഇതാണ് നമുക്ക് പ്രശ്നമായത്. പിന്നെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഗൈസ് എന്നെ ഇവൻ പൊക്കിയതാണ്, റിവൈവ് അടിച്ചാണ്. എനിക്ക് ഏസിൻ്റെ വേണ്ടി മുട്ടിയിരുന്നപ്പോഴാണ് ഞാൻ വിചാരിക്കാത്തൊരു സംഭവമാണ്. അവ സ്മോക്ക് എടുത്തായിരുന്നു എൻ്റെ മണ്ടയ്ക്ക് കിടന്നത്. ഗൈസ് എന്തിരി വിധി. ഇതിൻ്റെ റിവെഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പറയില്ല നമുക്ക്. ഇവ സോണി കയറിപ്പോയി ചത്ത് ഗൈസ്. സോണി കയറി ഇവ ഈ കളി എടുക്കുമോ ഗൈസ്? കണ്ടി നോക്കാം. ഈ കളി നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവ ഇമോട്ടോടെ ഇമോട്ടായിരുന്നു. ഇതിൻ്റെ നമ്മൾ റിവെഞ്ച് നമ്മൾ കൊടുക്കും ഗൈസ്. ചുമ്മാ ഇമോട്ട് ഇട്ടുണ്ട് നമ്മൾ. ഇതിൻ്റെ ചായയും പരിപ്പോടെയും കൊടുക്കും ഗൈസ്. ഓക്കെ, അടുത്ത റൗണ്ടായപ്പോൾ ഗൈസ് ഓക്കെ ഗൈസ് ഗ്രനേഡ് എറിയണ എറിപ്പുണ്ട്. എനിക്ക് തന്നെ കിട്ടി ഗൈസ്. തേന് മറ്റേ നിറച്ചമായ സ്മോക്ക് എറിയോടെ എറിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എറിഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഗൈസ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി ഗ്രനേഡ് എറിയാന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങോട്ട് ഗ്രനേഡ് എറിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മൾ അയക്കും. ഇത് നമുക്ക് കിട്ടി ഗൈസ്. എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട് ഈ ഗ്രനേഡിലൊക്കെ. ഇതിൽ നിറച്ചൊരു നോക്കാവുന്നുണ്ട്. ആ ഡപ്പരകത്തോർത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അവൻ ഇപ്പം നോക്കാവും. അവൻ നോക്കില്ല. ഇതാ പറഞ്ഞ നോക്കാവും.
ഞാൻ രണ്ടുപേരിനൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ഗ്രനേഡിൽ. അവന്മാരാണ് ആദ്യം തുടങ്ങി വെച്ചത്. അവന്മാർക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് ഒരുത്തിനെ ഉള്ളതായിരുന്നു. ഓക്കെ അവർ എൻ്റെ മുന്നിൽ കൂടെ ആടിപ്പോയി. നമ്മൾ വിടോ? നമ്മൾ അവനെയും കൂടെ അടിച്ചിട്ട് 3 കില്ലെടുത്തിട്ടുണ്ട് കളിക്കാൻ. ഓക്കെ ഇമോട്ടായിരുന്നു. ഓക്കെ ഇമോട്ട്. ഈ വീഡിയോ അങ്ങനെ ലെങ്തി ആകും ഗൈസ്, വിഷയമില്ലെന്ന് എനിക്കറിയാം. ഈ വീഡിയോ കാണണം ഗൈസ് ഫുള്ളായിട്ട്. ഓക്കെ ഏറ്റവും കില്ലടിച്ച് ഞാൻ 9 കില്ലിൽ ഫസ്റ്റിനെ. അപ്പുറത്ത് വേറെ ആരും വേണം. ഓക്കെ സെക്കൻഡ് സ്റ്റിക്ക്. അപ്പോൾ ടീമിൽ റോക്കി എല്ലാവരും എൻ്റെ മണ്ടയ്ക്കൂടെ ഗൈസ് ഈ സംഭവം എറിഞ്ഞാന്ന് കഴിച്ചു. എനിക്ക് മൊത്തം ഡാമ കിട്ടി. ഫണ്ണായിരുന്നു. ഫണ്ണി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇത്തല്ലേ ഗ്രനേഡ് ആയിരുന്നു. ഇവിടെ ഗ്രനേഡ് ആയിരുന്നുണ്ട് ഗാരിയിലെന്ന് മനസ്സിലായി എനിക്ക്. ഓക്കെ കഴിച്ച് നമ്മളിവിടെ ഗ്രനേഡ് എറിഞ്ഞ് നമുക്ക് ഒരുത്തനെ 1 കില്ലിട്ടുണ്ടായിരുന്നു. അവിടെ മൊത്തം കൂടിയപ്പായിരുന്നു. നമ്മൾ ഗ്രനേഡ് എറിയായിരുന്നു. പക്ഷെ നമ്മളെ ഇടയ്ക്ക് വെച്ച് ഓർത്ത് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പക്കാൻ പിള്ളേരുണ്ട്. നമ്മളെ പക്കാൻ ആളുണ്ട്. ഓക്കെ താരോട്ട് പതുക്കെ ഇറങ്ങി പോവുകയാണ്. ഇവനാണ് സീനായിട്ട് വിളിച്ചിട്ടുള്ളത്. ഓക്കെ നമ്മൾ റിവൈവ് അടിക്കടാന്ന് വിളിച്ചോണ്ടിരുന്നു. തോടി വന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ ടീം നല്ല സപ്പോർട്ടുള്ള ടീമാണ്. ഓക്കെ ഈ ഒരു ടീം കിട്ടാൻ തന്നെ നമുക്ക് ഭാഗ്യമാണ്. ഓക്കെ നമ്മൾ ഈ കളി കളിച്ചിട്ടുണ്ട്. ടോം 3 കളിച്ചിട്ടുണ്ട് ഈ കളിയിലാണ്. ഓക്കെ ടീമോട്ട് നമ്മൾ 5-2 ആയിട്ടുണ്ട് ഇപ്പോൾ സ്കോർ. ഗൈസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രനേഡ് എറിയാൻ പറ്റിയൊരു ട്രിക്ക് സ്ഥലമുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ അടിപൊളി ഒരാളും കൂടെ വേണമെന്നേ ഉള്ളൂ. ഓക്കെ ആദ്യം ഒരാൾ വേണ്ടായിരുന്നു, ഒരാൾ വേണം നമുക്ക് ആദ്യം. അല്ലാതെ വേണം ഇവിടെ ഇതിൻ്റെ ഒരു ഗ്രനേഡ് എറിയായിരുന്നു. ഓക്കെ നിങ്ങളിലേക്ക് ഞാനാണ് ആദ്യം പറഞ്ഞത്. ഞാനല്ല അതിനോട് ഗ്രനേഡ് എറി. അവന്മാർ വെറുതെ നമ്മൾ അതിനെ റിവെഞ്ച് കൊടുക്കുന്നു. നമുക്ക് മൊത്തം എറിയപ്പായിരുന്നു. അവന്മാർ വിചാരിക്കുന്നതായിരിക്കും വലിയ ആവശ്യം ഉണ്ടായിരുന്നു എറിയാനൊക്കെ. ഇപ്പം എന്താ ചെയ്യണം നോക്കി. ലൈക്ക് നാളെ നമ്മൾ ഉറപ്പായിട്ടൊരു ലൈവായിട്ട് വരുന്നതായിരിക്കും, നിങ്ങൾ കാണാം. നമ്മളിപ്പം തന്നെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. നോക്കി ചില സമയത്തൊക്കെ നമുക്ക് തന്നെ ഗ്രനേഡ് ആപത്തായിട്ട് വരുന്നുണ്ട്. അതാണ് നമുക്കൊരു വിഷയം ഗ്രനേഡ് വരുന്നുണ്ട്. ഒരു കുഴപ്പം നമ്മളെ ആഴപ്പോഴൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടാകും. ഇപ്പം മാറ്റി പിടിക്കും നമ്മൾ. സ്റ്റോം ആ സമയത്ത് പോയി പ്രഷർ കയറി ഈ സമയത്തൊക്കെ നമ്മൾ അവനിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കില്ലെത്ര നോക്കുന്നത് നമ്മളെ 12 കില്ലടിച്ചിട്ടുണ്ടായിരുന്നു. 6-2 വയസ്സ് 6-2 ഇട്ടിട്ടുണ്ട്. പോച്ചിനാക്ക് വന്നിട്ടുള്ള പോച്ചിനാക്കിലാണ് നമുക്ക് ഈ കളി ഒരു പ്രഷറായിട്ടുള്ള ഗെയിം. ഫാസ്റ്റാക്കി എത്തിക്കുകയാണ്. വേണ്ടല്ലേ ഇതേപോലെ നമുക്കൊരു കസ്റ്റം മാച്ചിങ്ങിൻ്റെ വേറെ ടീമായിട്ട് കളിക്കണമെങ്കിൽ വേണമെങ്കിൽ കളിക്കാൻ ചെയ്യാം. ഓക്കെ ഗിൽഡ് വേറെന്ന് പറയുന്നത് പുറത്തായിട്ട് നമ്മുടെ ഗിൽഡിലല്ല, ബാക്കിയുള്ള നമ്മുടെ ഗിൽഡിലുള്ളതാണ്. അപ്പുറത്തുള്ള ഇടയ്ക്ക് കണ്ട കളി മാറി നോക്കിയതാണ് നമ്മൾ ബാക്കിൽ നിന്നൊക്കെ അടിച്ചു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ മെഡിക്കൽ നിന്നപ്പോൾ കേസ് തന്നെ എൻ്റെ ബാക്കിൽ നേരത്തെ വന്നോട് വെച്ചിട്ട് മെഡിക്കൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. വന്നു KMC എന്നെ അടിച്ചിട്ട് ചെയ്യാനെ ന്യൂമറയിലെ കളിയുള്ളൂ. എടുക്കുന്നുണ്ട്. അത് ഇവനും വീണിട്ടുണ്ട്. എന്തിരി കാണിക്കണോ അതിന് മാത്രം അറിയാം. അതേ കൊടുത്തിട്ടുണ്ട് ടോമിന്. ഈ കളി കണ്ട് പിന്നെയും വിളിച്ച് ഫണ്ണിന് കളിക്കാൻ. ഒന്നും വേണ്ടല്ലോ 4v4 കളി നമുക്ക് വയ്യ. എന്ന് 4v നമുക്ക് BR പുഷിങ് ആണ്. ഓക്കെ
റോട്ടി ഗ്രാൻഡ് മാസ്റ്റർ ബുഷാണ് ഓക്കെ ബിആറൊക്കെ. ഇത് ഇടയ്ക്കേറി അവൻ്റെ വായിക്കാക്കുന്നത്. ടോമ നല്ല ഡാം ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മൾ ഈ റൗണ്ട് 6-3 മാറിയിട്ടുണ്ട് കളി. നമ്മൾ അപ്പം ഒരു ഇമോട്ട് റീനാക്കി അതിൻ്റെ റിവെഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടു മതി ഗൈസ്. എന്നെ ഈ കളിയാണ് ഞാൻ തെറ്റിപ്പോയി ഗൈസ്. നിങ്ങൾ കാണിച്ചു തരും കളി. ഈ കളി ഞാൻ അവിടെ പതുക്കെ കയറിക്കൊണ്ടിരുന്ന പുറത്തെ ക്ലൂ ഇട്ട് ഗൈസ്. ക്ലൂ കേട്ടേ ഞാൻ ചോർത്തന്നെ ഞാൻ വിചാരിച്ചുള്ളൂ. ഓക്കെ ഇവിടെ ചിഹ്നം കാണിക്കേണ്ടതാണോ? ഓക്കെ കയറി ചെന്നപ്പോൾ ഒരു സ്കോഡിൻ്റെ വായിലാണ് പെട്ടത്. നിങ്ങൾ തന്നെ നോക്ക്. അവിടെ അതിൽ ഗൈസ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മൊത്തം എനിമിയായിരുന്നു. എനിക്ക് 10 പോലെ ഞാൻ കളിച്ച് ഞാൻ ബാക്ക് കളിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ ഇടയ്ക്കൊക്കെ നേടും എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. താഴേന്ന് മൊത്തം കിടന്നുണ്ടായിരുന്നു. ഓക്കെ പിന്നെ നമ്മൾ പതുക്കെ ഒരു മേളിൽ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കാണാതെ. ഒറ്റ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോ പ്ലെയറിനെ. അവരാണ് അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ളത് അപ്പുറത്തെ ടീമിലൊക്കെ. ഇപ്പുറത്ത് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടെന്നായിരുന്നു. അപ്പുറത്ത് സപ്പോർട്ടിൻ്റെ കളിയായിരുന്നു ഗൈസ്. ഞാനൊട്ടി ഗൈസ് എൻ്റെ ഞാൻ ആരെ ഗ്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ ഗ്ലൂവിൽ നടന്ന് ഗ്ലൂവിൽ ചാടാൻ പറ്റാതെ അവൻ ചത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട്. ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. ബൈ.